സർവ്വദേശീയ തീരശുചീകരണ പരിപാടിയുടെ ഭാഗമായി ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് ഇക്കോളജി ബീച്ച് വൃത്തിയാക്കുന്നതിനും ബീച്ചുകളും തീരപ്രദേശവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നതിന്റെ ഭാഗമായി സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ എന്ന പേരിൽ സംയുക്ത ശുചീകരണ ഡ്രൈവ് സംഘടിപ്പിച്ചു. പുതുവൈപ്പ് ബീച്ചിൽ നടന്ന പരിപാടി CMLRE സയന്റിസ്റ്റ് ജി ആൻഡ് ഹെഡ് ഡോക്ടർ RS മഹേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മൾ 4 ബീച്ച് തിരഞ്ഞെടുത്തു. ഇവിടുത്തെ വൈപ്പിൻ, ചെറായി, മുനമ്പം, പിന്നെ കുഴിപ്പള്ളി. അപ്പോൾ ഈ 4 ബീച്ചിലും നമ്മൾ ബീച്ച് ക്ലീനിങ് ആക്ടിവിറ്റി തുടങ്ങി. ഈ ബീച്ച് ക്ലീനിങ് ആക്ടിവിറ്റി എല്ലാ വർഷവും സെപ്റ്റംബർ 3-ാമത്തെ ശനിയാഴ്ച ഓൾ ഓവർ ദ വേൾഡ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിൽ നിന്ന് കൊച്ചിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്ക് 10 ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അബൌട്ട് 50 മുകളിലുള്ള ബീച്ചസ് വെസ്റ്റ് കോസ്റ്റിലും ഈസ്റ്റ് കോസ്റ്റിലുള്ള എല്ലാ ബീച്ചും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ കൊച്ചിയിലുള്ള 4 ബീച്ച് കവർ ചെയ്ത പോലെ ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാക്കിയുള്ള ബീച്ചസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ എന്താണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇതിൻ്റെ വാട്ട് ഡു വി തിങ്ക് ടു ഡു ഹിയർ ഈസ് ടു കീപ് ദി ബീച്ചസ് ക്ലീൻ. അപ്പം നമുക്ക് വരുന്ന ഒരു തലമുറയ്ക്ക് ഒരു ഗീവ് എ മെസ്സേജ് ആൻഡ് എഡ്യൂക്കേഷൻ ദാറ്റ് നമ്മുടെ ബീച്ചേയും ഓഷൻ എല്ലാത്തിനെയും വി ഹാവ് ടു ബി കീപ് ക്ലീൻ, അവർ എൻവയോൺമെന്റ് ഷുഡ് ബി ക്ലീൻ. സോ നമ്മളൊരു മാറ്റം വരുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ള പോലെ ബി ദ ചേഞ്ച് യു വാണ്ട് ടു ബി. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ വി വാണ്ട് ടു ബി. നമ്മൾ തന്നെ തുടങ്ങണം. ഏതെങ്കിലും ഒരു എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സൊസൈറ്റിക്ക് ചെറിയ ഭാഗമായിരിക്കും, ബട്ട് ഇറ്റ് വിൽ ഹാവ് ദിസ് ഇനിഷ്യേഷൻ വിൽ ഗോ എ ലോങ് വേ. നമ്മൾ ഈ പരിപാടി നമ്മൾ പഞ്ചായത്തുമായിട്ടും സൊസൈറ്റി, കോസ്റ്റൽ കമ്മ്യൂണിറ്റി എല്ലാവരുമായിട്ട് ചേർന്ന് ചെയ്യാനുള്ള പരിപാടി നമ്മളിപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ലാതെ ബാക്കി വർഷം തോറും റെഗുലറായിട്ട് വൺസ് ഇൻ എ മന്ത് ആർ സംതിങ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബീച്ചിൽ വരിക. ഇവിടെ ഉള്ള ഒരു അലർട്ട്നെസ്സും എല്ലാവർക്കും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പറഞ്ഞു തരികയും പിന്നെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി എന്തെങ്കിലും ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കാനുള്ള പരിപാടി, ഇതൊക്കെ നമ്മൾ ഇനിയിപ്പം ഒരു ഡിസ്കഷനിലാണ് പഞ്ചായത്ത് മെമ്പേഴ്സും. ഇളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് മുഖ്യാതിഥിയായിരുന്നു. ഒരു ദിനചര്യയിൽ പോലും നമ്മളൊരു മിഠായി പോലും കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന റാപ്പർ നമ്മൾ വളരെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന ഒരു മനോഭാവക്കാരാണ് നമ്മൾ മലയാളികൾ. അപ്പൊ ആ ഒരു മിഠായി തുണ്ട് പോലും നമ്മൾ വലിച്ചെറിയുമ്പോൾ അതെല്ലാം ഭൂമിയിലും കറങ്ങത്തിരിഞ്ഞ് കടലിലും ഒക്കെ എത്തിച്ചേർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ സാമൂഹ്യ വിപത്തുക്കളും എത്രമാത്രം നമ്മളെ അലട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള പല അസുഖങ്ങളായിട്ടും പല കാര്യങ്ങളായിട്ടും നമുക്ക് ദുരന്തങ്ങളായിട്ടൊക്കെ നമ്മൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. എങ്കിലും നമ്മൾ ആ ഒരു കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ ഭാവി തലമുറയ്ക്ക് അല്ലെങ്കിൽ കൈമാറാനായിട്ട് നമുക്ക് ഉള്ളത് നമ്മുടെ ഈ ശുദ്ധവായു, കുറച്ച് നല്ല മണ്ണ്, കുറച്ച് നല്ല ജലം, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത്. വരും തലമുറയ്ക്ക് നമുക്ക് നീക്കി വെക്കാൻ അതേ ഉള്ളൂ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ലിഗീഷ് സേവ്യർ, CMLRE ശാസ്ത്രജ്ഞൻ C വാസു, അണ്ടർ സെക്രട്ടറി ധനേഷ് എന്നിവർ പ്രസംഗിച്ചു. ഏകദേശം 230ഓളം വിദ്യാർത്ഥികൾ, ഗവേഷകർ, അധ്യാപകർ, പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആകെ ശേഖരിച്ച 480 കിലോഗ്രാം മാലിന്യത്തിൽ 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമായിരുന്നു. ശേഖരിച്ച മാലിന്യങ്ങൾ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് സംസ്കരണത്തിനായി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി.